ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാന്ന് പറഞ്ഞില്ലേ സർ? ആരുടെയായിരുന്നു? പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആരായിട്ട്? ആ മമതയ്ക്ക് പങ്കുണ്ടോയെന്ന് അറിയില്ല. അത് ശരിക്കും ഇന്ത്യയെ ആക്ഷേപിക്കാൻ, മമതയെ ആക്ഷേപിക്കാൻ. മമതയ്ക്ക് പാല് കൊടുത്ത കൈക്ക് കടി കിട്ടി എന്ന് പറയുന്നത് തെളിവ് പോലെയുള്ളൊരു സംഭവമാണ്. ബംഗ്ലാദേശിലെ ഒരു മൗലവി, ആലം റഫീഖുല്ല എന്നാണ് അയാളുടെ പേര്. അയാൾ വാസ് എന്ന് പറയുന്ന ഇവരുടെ മതപ്രഭാഷണമുണ്ട്. ഈ മതപ്രഭാഷണം നടത്തുന്നു. എന്നിട്ട് ആളുകളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഇയാൾ മൈക്കൂടെ പറയാണ്, ഒരു കാര്യം ചെയ്യ്, മമതാ ബാനർജിയെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഈ മൗലവി പരസ്യമായിട്ട് ബംഗ്ലാദേശിൽ പ്രസംഗിക്കുന്നു. മമത ഇപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടി ബംഗ്ലാദേശിൽ പോകുന്ന കാര്യങ്ങളൊന്നും പോരാ, എങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. മമതയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് മമത റെഡിയാവ്, ഞാൻ റെഡിയാണ് മമതയെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. അതും പറഞ്ഞു. ഇയാളെ കണ്ടാൽ മുട്ടനാടിൻ്റെ പോലൊരു ഊശാന്താടിയും വാ നിറച്ച് പല്ലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു പന്നിയുടെ മോൻ. ഞാൻ പറയുന്നത് മമതാ ബാനർജി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ദുഷ്ടയായ, ജനാധിപത്യ ബോധമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് എന്ന് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലൊരു മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ, അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അവരെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പാകിസ്ഥാനി ബംഗ്ലാദേശി പന്നിയുടെ മോൻ സംസാരിച്ചാൽ ഒരു ഇന്ത്യക്കാരൻ അംഗീകരിക്കാൻ പറ്റില്ല. ഈ ബോധം കോൺഗ്രസ്സുകാർക്കില്ല, അത് ബി ജെ പിക്കാർക്കുണ്ട്. അതുകൊണ്ട് ബി ജെ പി ഇതിനെ അതിശക്തമായി പ്രതിഷേധവുമായി വന്നിരിക്കുന്ന അസീം സർക്കാർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ MLA ആണ് ആദ്യം പ്രതികരിച്ചത്. ഈ പരിപാടി നടക്കത്തില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അടിച്ച് ബംഗ്ലാദേശിൽ വന്ന് അടിച്ചതിൻ്റെ പല്ല് കുഴക്കിവിട പട്ടിയുടെ മോനെ പന്നിയുടെ മോനെ എന്ന് അസീം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരൊന്നും വേണ്ടിയിട്ടില്ല. കോൺഗ്രസ് എവിടെ ഇരിക്കുന്നു? കാരണം മമതാ ബാനർജി ചിന്തിക്കാത്ത തരത്തിൽ TMC എന്ന് പറയുന്ന അവരുടെ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മമത കൊന്നൊടുക്കുന്ന, മമത തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, മമത ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറഞ്ഞ് മമത ആക്ഷേപിക്കുന്ന BJP ആണ്. ഇതാണ് BJPയും TMCയും തമ്മിലുള്ള വ്യത്യാസം. കാരണം BJPക്കാരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ ആക്ഷേപിച്ചാൽ നമ്മൾ അത് നോക്കി നിൽക്കുകയില്ല. അത് മമതാ ബാനർജി ആണെങ്കിൽ പോലും നമ്മുടെ ശത്രു രാജ്യത്തുള്ള ഒരു മൗലവി കഴുത വന്നിട്ട് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചാൽ BJP പ്രതികരിക്കും. ഇത് മമത പഠിക്കേണ്ടതാണ്, മമത തിരിച്ചറിയണം. ആര് വന്നു, രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു, CPM എന്ത് പറഞ്ഞു, ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ മമതയ്ക്ക് അവിടെ പിന്തുണ കൊടുത്തു. മമതയെ ഇങ്ങനെ ഒരു ബംഗ്ലാദേശി ഒന്ന് ആലോചിക്കും. ബംഗ്ലാദേശിയിലെ യുവന്മാർക്ക് 5 പൈസയ്ക്ക് ഗതിയില്ല പന്നിയുടെ മക്കൾക്ക്. TMCയിലെ ആരും പോലും സംസാരിച്ചിട്ടില്ല. ആദ്യം സംസാരിച്ചത് BJP ആണ്. TMCക്കാർ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ബംഗ്ലാദേശിലെ യൂനിസ് എന്ന് പറഞ്ഞ കടൽക്കിഴവൻ, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ പന്നിയുടെ മോൻ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക, അരി വേണം ചേട്ടാ, അരി വേണം. എത്ര വേണമെന്നറിയോ? ഞങ്ങൾക്ക് 50,000 ടൺ അരി വേണം. നമ്മൾ നേരത്തെ കൊടുത്തതാണ്, നമ്മൾ 2 തവണ 50,000 വീതം കൊടുത്തു. ഇപ്പോൾ 50,000 ടൺ അരി വേണം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ടണ്ണിന് $355 തരണം എന്ന് പറഞ്ഞ് നമുക്കൊരു കത്തയച്ചിട്ടുണ്ട്, അപേക്ഷ അയച്ചിട്ടുണ്ട്. പിച്ച തണ്ടാൻ ഈ പന്നിയുടെ മോൻ വന്നിരിക്കുകയാണ്. ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ നിഷ്കരണം ഉപദ്രവിക്കുകയും കൊല്ലുകയും മർദ്ദിച്ച് കെട്ടിത്തൂക്കി തീയിട്ട് കൊല്ലുന്ന ഈ പരമചെറ്റകൾക്ക് വയറ് നിറയ്ക്കാൻ നമ്മൾ കൊടുക്കണം അരി. എന്നിട്ട് ബംഗ്ലാദേശിലെ ഡെയിലി സ്റ്റാർ എന്നുള്ള പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? അവർ പാകിസ്ഥാനിൽ നിന്ന് അരി മേടിക്കുന്നുണ്ട്. എത്രയെന്നറിയോ? $395 ടണ്ണിന്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് $355 വരണം. കാരണം ഇന്ത്യ തെറി പറയുകയും ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൻ്റെ സബ്സിഡി എങ്ങനെയുണ്ട്? നമ്മുടെ നരേന്ദ്രമോദി മിക്കവാറും കൊടുക്കാൻ സാധ്യതയുണ്ട്. മോദി അങ്ങനെയാണല്ലോ, മോദി ഉദാര മനസ്കരാണ്. മോദിയോടുള്ള എല്ലാ സ്നേഹവും ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുക. കഴിഞ്ഞ 2 പ്രാവശ്യവും ഹിന്ദുക്കളുടെ ചിന്മയ് എന്ന് പറയുന്ന അവിടുത്തെ സന്യാസി ഇപ്പോഴും ജയിലിലാണ്. എന്തിനാണെന്നറിയോ? കാവിക്കൊടി ഉയർത്തിന് ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും ജയിലിലാണ്, ഹിന്ദു ആയതിൻ്റെ പേരിൽ. ഹിന്ദുക്കളെ അതിനീചമായി ഉപദ്രവിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാർ വീണ്ടും പിച്ചപത്രമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, ഞാനിപ്പോൾ അന്വേഷിച്ചു, ഈ ബംഗ്ലാദേശിൻ്റെ 70% കറണ്ടും കൊടുക്കുന്ന ആരാണെന്നറിയോ? ഇന്ത്യ. അദാനി പവർ ജാർഖണ്ഡിലെ ഗോഡ പ്ലാന്റിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് കൊടുക്കുന്നത്. പിന്നെ NTPC കൊടുക്കുന്നുണ്ട്, PTC കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ. പവർ ഗ്രിഡ് നിർത്താൻ പോകുന്നു പറഞ്ഞാൽ നമുക്ക് 8,500 കോടി 8,500 കോടി രൂപ കറണ്ട്, അതിൽ കറണ്ട് ലൈറ്റ് കത്തിച്ചതിന്
വെട്ടം കണ്ടതിന് നമുക്ക് കാശ് തരാനുണ്ട്. അപ്പോൾ അദാനി ഉൾപ്പെടെയുള്ളവർ പകുതിയായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് പൈസ കൊടുത്തു. ഇപ്പോൾ ഒരു ഗ്യാരണ്ടി ലെറ്ററൊക്കെ കൊടുത്തിട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മളൊന്ന് സ്വിച്ചിട്ട് ഇവൻ്റെ കറണ്ട് ഓഫ് ആവും. നമ്മൾ കൊടുത്തില്ല ഇവൻ പട്ടിണി കിടന്ന് ചാവും. ഇവനെ ഇതൊക്കെ തിന്നിട്ട് ഇവൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കയറിയിട്ടാണ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്, നമ്മുടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത്, മുസ്ലിം ഭീകര രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും ജൈനരെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നത്. നമ്മൾ കൊടുക്കുന്ന അരി തിന്ന് പഴഞ്ചൊല്ലേ, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെ അരിയും തിന്ന് നമ്മുടെ സഹോദരങ്ങളെ അവിടെ തല്ലിക്കൊന്ന് പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്തിട്ട് പിന്നീട് നമ്മുടെ അതിർത്തി മാന്താൻ വരികയാണ് ഈ ബംഗ്ലാദേശികൾ. അവിടെ അവൻ്റെ സംസ്കാരമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആലം റഫീഖുള്ള എന്ന് പറയുന്ന ഈ മൗലവി പറഞ്ഞത് മമതയ്ക്ക് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്നറിയോ? ബംഗ്ലാദേശിൽ നിരന്തരം മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ വേണ്ടി നവരാത്രി ആഘോഷം പോലും നടത്താൻ തയ്യാറാവാതെ നിന്ന ഈ മമതാ ബാനർജിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം ഇരിക്കുന്ന ബംഗ്ലാദേശിലെ ഒരു മുല്ല ആലം റഫീഖുള്ള പരസ്യമായി വന്നിട്ട് ആക്ഷേപിച്ചിട്ട് അവളെ ഞാനങ്ങ് കെട്ടിയേക്കാം, അവൾക്ക് പലതും പഠിപ്പിക്കാനുണ്ട്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്നൊക്കെ പരസ്യമായി പറഞ്ഞ് ആക്ഷേപിച്ചത്. അപ്പോൾ ദീദിക്ക് നൊന്നിട്ടില്ലായിരിക്കും. ദീദിക്ക് നൊന്നിട്ടുണ്ടാവും. ദീദി പിന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ദീദി അറിയണമല്ലോ, ദീദിക്ക് ഇത് കൊള്ളണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ദീദിയെക്കുറിച്ച് ഇപ്പോൾ ചിലർക്ക് ചോദിക്കും, ദീദി ഈ മമതാ ബാനർജി ഏത് ജാതിക്കാരിയാണ്, മുസ്ലിമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മമതാ ബാനർജി ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അച്ഛൻ്റെ പേര് പ്രൊമലേശ്വർ ബാനർജി എന്നാണ്, അമ്മ ഗായത്രി ദേവിയാണ്. ഇവരുടെ മകളാണെങ്കിലും അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സാണ്. മുസ്ലിം വോട്ടുകൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി അവിടെ പശ്ചിമ ബംഗാളിലുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി, ഇന്ത്യക്കാരല്ലാത്തവരുടെ വോട്ട് കിട്ടി ജയിച്ച് അധികാരത്തിൽ തുടരാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും കളിക്കും. അവർ തലയിൽ മറ്റേ തട്ടമിട്ട് നടക്കും. അവിടെ ഹിന്ദു മതത്തിനെതിരെ സംസാരിക്കും. ഹിന്ദുക്കൾ ഭീകരന്മാരാണെന്ന് പറയും. മുസ്ലിങ്ങളാണ് രാജ്യത്തിൻ്റെ സ്വത്തെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു കാര്യമുണ്ട്, അവരുടെ മുന്നിൽ ഇവർ വെറും കാഫിറാണ്. ഇവർ വെറും ഉപഭോഗ വസ്തുവാണ്. ഇവർ വെറും കൃഷിയിടമാണ്. സ്ത്രീ അങ്ങനെയല്ലേ, കൃഷിയിടമാണെന്നാണ് ഇവരുടെ വിശുദ്ധ പുസ്തകം പറയുന്നത്, കൃഷിയിടം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആലം റഫീഖ് മൗലവി പറയുന്നത് അയാൾ അവിടെ വന്ന് മമതാ ബാനർജിയുടെ അടുത്തുനിന്ന് കൃഷി ഇറക്കിയിട്ട് പോകുന്ന അയാൾ പറയുന്നത്. കാരണം മമതാ ബാനർജി ഈ പറഞ്ഞ പോലെ പ്രൊമലേശ്വർ ബാനർജിയുടെയും ഗായത്രിയുടെയും മകളാണ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുവാണ്, കാഫിറാണ്, ഉപഭോഗ വസ്തുവാണ് എന്ന് ബംഗ്ലാദേശികൾ കാണുന്നു. ഈ ബംഗ്ലാദേശി ചെറ്റകളെയാണ് മമതാ ബാനർജി അവിടെ പൗരത്വമല്ല ആധാർ കാർഡ് കൊടുത്ത് റേഷൻ കാർഡ് കൊടുത്ത് അവിടെ തീറ്റിപ്പോറ്റി അവിടുത്തെ വോട്ടർമാരാക്കി അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. SIR-നെതിരെ വലിയ പ്രക്ഷോഭമല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. SIR ആദ്യം പ്രക്ഷോഭമൊക്കെ മമത പലതും പറയും. മമത എന്താ പറഞ്ഞത്? ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ പുതുതായി ഒരാളെ ചേർക്കാനും ഒരാളുടെ പേര് നീക്കാനും ഞാൻ സമ്മതിക്കത്തില്ല. ഈ തള്ള സമ്മതിക്കാതിരുന്നിട്ട് വല്ലതും നടക്കേണ്ട കാര്യങ്ങൾ അവിടെ മുറ പോലെ നടന്നു. എന്നിട്ട് SIR വലിയ ഭീകരതയാണ്, ആളുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. ഒന്നും നടന്നില്ല. SIR അവിടെ പൂർത്തിയായി, 45 ലക്ഷത്തോളം ആളുകൾ പുറത്തായി. അങ്ങനെ SIR അതിൻ്റെ വഴിക്ക് കിടക്കുന്നു. മമത ഇങ്ങനെയൊക്കെ പലതും പറയും. മമത പണ്ട് പറഞ്ഞല്ലോ വഖഫ് നിയമം അനുവദിക്കില്ല എന്ന്. എന്നിട്ട് മമത കഴിഞ്ഞ മാസം ഡെഡ് ലൈൻ 5-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും അത് അപ്ലോഡ് ചെയ്യണം കേട്ടോ എന്ന് മമത പറഞ്ഞായിരുന്നു. മമത അങ്ങനെയൊക്കെ പറയും. പക്ഷേ മമതയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അടിയാണ്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ആലം റഫീഖുള്ള എന്ന് പറയുന്ന മൗലവി പരസ്യമായി മമതാ ബാനർജിയെ കല്യാണം കഴിച്ചോളാം, ഞാൻ പഠിപ്പിച്ചോളാം അവരെ എന്നൊക്കെ പറയുന്ന ആ പ്രസംഗം സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? കാരണം മുസ്ലിം ഭീകരതയ്ക്ക് എന്തൊക്കെ ഒത്താശ ചെയ്തു കൊടുത്താലും, പൊളിറ്റിക്കൽ ഇസ്ലാമിന് എന്തൊക്കെ ഒത്താശ ചെയ്തു കൊടുത്താലും അതെല്ലാം അവർ സഹർഷം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവരെ സഹായിച്ച ആൾ കാഫിറാണെങ്കിൽ അവർ തിരിഞ്ഞു നിന്ന് കൊത്തും എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.